ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇലയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മളിതിനെ ഇലയപ്പം എന്ന് പറയും, ഇലയുടെ എന്ന് പറയുന്നവരുണ്ടാവും. സന്ധ്യയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ. അപ്പം മഴയൊക്കെ തുറന്നപ്പോഴത്തേനും ഇലയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹം. അങ്ങനെ തന്നെ ഉടനെ അപ്പുറത്തെ പറമ്പിൽ പോയി വട്ട ഇലയൊക്കെ പറിച്ചു കേട്ടോ, രാത്രി കുറ്റിയിട്ടിട്ടത്. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്: തേങ്ങ, ഏലക്ക, ശർക്കര, ഗോതമ്പ് മാവ്, പിന്നെ വട്ട ഇല, ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത്, നെയ്യ്. ഒരു ബേസനിലോട്ട് ആവശ്യത്തിന് ഗോതമ്പ് മാവും ഏലക്ക തല്ലിപ്പൊടിച്ചതും നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. ചെറിയ ചൂടുവെള്ളം ചേർക്കണം എന്താ വെച്ചാൽ നല്ലൊരു മയം കിട്ടാനും മാവ് നല്ല സോഫ്റ്റായിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ അത് കേട്ടോ, ഓപ്ഷണലാണ്. അതിനുശേഷം ഉണക്കമുന്തിരി ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. ആദ്യമേ ചേർത്ത് കുഴച്ചാലും കുഴപ്പമില്ല. അതേണ്ട ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തതിന് ശേഷം വട്ടയില നിരത്തി കൊടുക്കണം. വട്ടയില നമ്മളിവിടെ വട്ടത്താമര ഇല, പൊടിയന ഇല എന്നൊക്കെ പറയും. ഇലയിലോട്ട് കൈ ഒരല്പം നനച്ച് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര, തേങ്ങയൊക്കെ ഒന്നിട്ട് കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഒരു 4-5 ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. എല്ലാം ഇതുപോലെ തന്നെ പരത്തി ശർക്കര, തേങ്ങയൊക്കെ ഫില്ല് ചെയ്ത് മടക്കിയെടുത്തു കേട്ടോ. സമയം പാഴാക്കണ്ടെന്ന് കരുതിയിട്ട് മാവ് നിരത്തുന്നതിന് മുന്നേ തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളിങ്ങനെ മാവൊക്കെ നിരത്തി വരുന്ന സമയത്തിനുള്ളിൽ ഇഡലി പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളയ്ക്കും കേട്ടോ. അപ്പോഴങ്ങനെ ഇതെല്ലാം നിരത്തി പെട്ടെന്ന് മടക്കി എടുക്കുന്നുണ്ടായിരുന്നേ. വാഴയിലയിലും ഇലയപ്പം ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ വാഴയില വാട്ടി ഇലയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരിത്തിരി കൂടെ കൂടുതലാണ് നമ്മൾ വട്ടയിലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേനും തന്നെ നമ്മുടെ ഇലയെല്ലാം മടക്കി കഴിഞ്ഞ് ഇഡലി പാത്രത്തിൽ വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തട്ട് വെച്ച് ഈ മടക്കി വെച്ചിരുന്ന സംഭവം അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അപ്പോഴത്തേനും തന്നെ നല്ല മണം വരും കേട്ടോ. തുറന്ന് നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ അത് ഫോർക്കൊക്കെ വെച്ച് വലിയ ആളായിട്ട് തുറക്കാനൊക്കെ നോക്കിയിട്ട് നടന്നില്ല. നമുക്ക് നമ്മുടെ കൈ തന്നെയാണ് ശരണം, അത് തന്നെയാണ് നമ്മുടെ ശീലവും. അതുകൊണ്ട് തന്നെ ഇലയൊക്കെ നല്ല തളിര് ഇലയായിരുന്നു കേട്ടോ. കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് തുറന്ന് അതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി ഒന്നും കൂടി ഒന്ന് മുറിച്ച് കൊടുത്തു. ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോഴത്തേനും നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ താങ്ക് യു.